അസ്സാം വലൈക്കും വറഹമത്തുള്ള. വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ പ്രദേശങ്ങളിലെ വിവിധ കാലഘട്ടങ്ങളിൽ ഉടലെടുത്ത ഇന്നും ശക്തമായി തന്നെ പല ഭാഗങ്ങളിലും നിലനിൽക്കുന്ന ദേശീയവാദ പ്രവണതകളെയും അതിൻ്റെ ചരിത്ര വർത്തമാനങ്ങളെയും കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കയുടെ ചരിത്രത്തിൽ തന്നെ ഈ ഭാഗങ്ങളെ മുഴുവൻ ഒന്നായി ഭരിച്ചിരുന്ന ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ പതനം അല്ലെങ്കിൽ പതനത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട വിഷയവും കൂടിയിട്ടാണ് ദേശീയവാദ പ്രസ്ഥാനങ്ങളുടെ തുടക്കവും അവരുടെ ചലനങ്ങളും അവരുടെ ചരിത്രവും. നമ്മൾ മുമ്പുള്ള ക്ലാസ്സുകളിലെല്ലാം ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ തകർച്ചയിൽ വളരെ പ്രധാനമായും നിർണായക പങ്കുവഹിച്ച ചില മൂവ്മെൻറ്റുകളെ കുറിച്ച് സംസാരിച്ചിരുന്നു. അത് സൗദി മൂവ്മെൻറ്റിനെ പോലെ അല്ലെങ്കിൽ വിവിധ ഭാഗങ്ങളിൽ രൂപപ്പെട്ട വിഭാഗീയതകൾ, ഖിലാഫത്തിൻ്റെ തന്നെ അഖണ്ഡതയെ ബാധിച്ച പ്രശ്നങ്ങൾ, അങ്ങനെ നിരവധി വിഷയങ്ങളെല്ലാം രൂപപ്പെടുന്നതിൻ്റെ മൂല കാരണങ്ങളിൽ ഒന്ന് അതത് പ്രദേശങ്ങളിലും ഭാഗങ്ങളിലും രൂപപ്പെട്ട ഈ വിഭാഗീയത അല്ലെങ്കിൽ ആ പ്രദേശത്തോട് ചേരുന്ന ലോയാലിറ്റിയും അതുമായി ബന്ധപ്പെട്ട ഒരു പ്രാദേശിക സ്നേഹപ്രവണതകളും എല്ലാം കൂടിയിട്ടാണ്. അത് തന്നെയാണ് ഖിലാഫത്തിൻ്റെ പതനത്തിലേക്ക് പ്രധാനമായും നയിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയം. ഖിലാഫത്തിൻ്റെ പതനത്തിൻ്റെ ചർച്ച എന്നതിനേക്കാളും അപ്പുറം ഈ ഭാഗങ്ങളിൽ എങ്ങനെയാണ് വിവിധ ദേശീയവാദ പ്രവണതകൾ രൂപപ്പെട്ടതെന്നും അതിൻ്റെ ഒരു ചരിത്ര വർത്തമാനങ്ങളിലേക്കാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പ്രധാനമായും ഈ നാഷണലിസത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അത് ഒരു കോമണായ ഭാഷ, അവരുടെ ഒരു പ്രദേശം, സംസ്കാരം, സാമ്പത്തികമായ അവരുടെ താല്പര്യങ്ങൾ, ഒരു പങ്കാളിത്തമുള്ള ചരിത്രം എന്നിങ്ങനെ വിവിധ ഫാക്ടറുകൾ നിറഞ്ഞതാണ് നാഷണാലിറ്റിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നാഷണലിസവുമായി ബന്ധപ്പെട്ട ചർച്ചകളെല്ലാം. ഇതിൽ ഒരു ദേശസ്നേഹവും ഒരു ദേശീയവാദ പ്രവണതകളുമെല്ലാം ഇതിനോട് ഇഴുകിച്ചേർന്ന ചർച്ചകളാണ്. പലപ്പോഴും ഈ പാട്രിയോട്ടിസം എന്ന് പറയുന്നത് അത് അവർ നിൽക്കുന്ന പ്രദേശത്തോടും നാടിനോടും ദേശത്തിനോടുമുള്ള ഒരു സ്നേഹവും ഒരു സമർപ്പണവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ, ദേശീയവാദം, ദേശീയത എന്ന് പറയുന്നത് ആ പ്രദേശത്തിൻ്റെ ഒരു ദേശീയ ഒരു സത്തത്തോടും ഐഡൻറ്റിറ്റിയോടും ആ ഭാഗത്തിന് മറ്റുള്ളതിനേക്കാളും അപ്പുറം ഒരു സുപ്യൂരിറ്റി ഉണ്ട് എന്ന് പറയുന്ന ധാരണയും എല്ലാമാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നമുക്ക് പാട്രിയോട്ടിസം, നാഷണലിസം എന്നുള്ള പദങ്ങളെ തന്നെ വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. നാഷണലിസത്തിൻ്റെ പ്രധാനപ്പെട്ട ഗോളുകൾ, അവരുടെ ലക്ഷ്യങ്ങളെന്ന് പറയുന്നത് അവർ സ്വീകരിച്ചിരിക്കുന്ന അവരുടേതായ പ്രദേശത്തിൻ്റെ ആ നാഷണൽ ഓട്ടോണമിയാണ്, അതുപോലെ തന്നെ ആ നാഷണൽ യൂണിറ്റിയുമാണ്, നാഷണൽ ഐഡൻറ്റിറ്റിയും എന്നുമാണ്. നാഷണൽ ഐഡൻറ്റിറ്റി, നാഷണൽ യൂണിറ്റി, നാഷണൽ ഓട്ടോണമി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ ദേശീയവാദ പ്രസ്ഥാനങ്ങളുടെ ഒരു വളർച്ച തന്നെ നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയുന്നത്. ഇതിനെക്കുറിച്ച് തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ അറബ് നാഷണലിസത്തിൻ്റെ തന്നെ ഒരു വലിയ ഒരു നീണ്ട ചരിത്രം നമുക്ക് കാണാം. അറബ് നാഷണലിസം എന്ന് പറയുന്നത്, അതായത് വെസ്റ്റ് ഏഷ്യയിലെയും നോർത്ത് ആഫ്രിക്കയിലെയും ഒട്ടുമിക്ക അറബ് ഭാഗങ്ങളും അത് ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ കീഴിലുള്ള പ്രദേശങ്ങളായിരുന്നു എന്ന് നമുക്ക് നന്നായിട്ടറിയാം. ആ ഒരു ഘട്ടത്തിൽ ഖിലാഫത്തിൻ്റെ തന്നെ അഖണ്ഡതയ്ക്ക് പ്രശ്നമുണ്ടാക്കുന്ന തരത്തിലുള്ള വിഷയങ്ങൾ രൂപപ്പെടുകയും പിന്നീട് ഖിലാഫത്തിൻ്റെ തന്നെ കേന്ദ്രമായ തുർക്കിയിൽ, ഇന്നത്തെ തുർക്കിയിൽ, അവിടെ നിന്നുകൊണ്ട് നാഷണലിസ്റ്റ് ടെൻഡൻസി ശക്തമാവുന്നതും അതിൻ്റെ കൂടെ തന്നെ യൂറോപ്യൻ കൊളോണിയലിസം, യൂറോപ്യൻ അധിനിവേശം ഈ ഭാഗങ്ങളിൽ ശക്തമാവുന്നതിൻ്റെയും എല്ലാം ഒരു തരത്തിലുള്ള ഒരു റെസ്പോൺസും പ്രതികരണവും കൂടിയിട്ടാണ് പലപ്പോഴും അറബ് നാഷണലിസത്തിൻ്റെ ചർച്ചയിൽ കൂടുതൽ ശക്തമായി വരുന്നത് നമുക്ക് കാണുവാൻ കഴിയും. സിറിയ, ഫലസ്തീൻ, മെസപ്പൊട്ടോമിയ, ഇറാഖിൻ്റെ ചുറ്റുപാട് ഭാഗങ്ങൾ, ഈജിപ്ഷ്യൻ ഭാഗങ്ങൾ, ഇതെല്ലാം മുൻകാലങ്ങളിൽ ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ തന്നെ കീഴിലായിരുന്നല്ലോ. ഇതിനോട് ഒരു കിടപിടിക്കുന്ന തരത്തിലുള്ള ഈ പ്രാദേശിക ശക്തികൾ രൂപപ്പെടുകയും അല്ലെങ്കിൽ ആ തരത്തിലുള്ള വിഭാഗീയത രൂപപ്പെടുകയും അവിടെ അറബ് വംശജരായ തുർക്ക് വംശജർക്കെതിരെയുള്ള ഒരു ചലനവും അല്ലെങ്കിൽ തുർക്കികളായ ആൾക്കാരുടെ ഈ ഭാഗത്തിനെതിരെയുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ, വിഭാഗീയതമായ സമീപനവുമെല്ലാം പല രീതിയിൽ
അറബ് നാഷണലിസത്തിന്റെ തുടക്കത്തിന് കാരണമായതായി നമുക്ക് കാണാം. ഉസ്മാനിയ ഖിലാഫത്തിന്റെ തന്നെ ഒന്നാം ലോക യുദ്ധത്തിൽ 1914 ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്നതും അതിനുശേഷമുണ്ടായ ഭവിഷ്യത്തും അറബ് ലോകം വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ ഭാഗങ്ങൾ വിഘടിക്കപ്പെട്ടതുമെല്ലാം ഈ ഒരു വിഷയത്തിന്റെ രൂപീകരണത്തിന് കാരണമായിട്ടുണ്ട്. അതുപോലെ തന്നെ 19-ാം നൂറ്റാണ്ടിൽ പല ഭാഗങ്ങളിൽ വെസ്റ്റേൺ ഐഡിയാസുകൾ, പാശ്ചാത്യ വിഭാഗങ്ങളിൽ നിന്നുള്ള ചിന്തകൾ, നാഷണലിസ്റ്റ് ചിന്തകൾ അറബ് ലോകത്ത് ശക്തമാവുകയും അത് ഒട്ടോമൻ ബാൽക്കൻ വിഭാഗങ്ങളിൽ കൂടുതൽ പടർന്നു പന്തലിക്കുകയും അങ്ങനെ 1912 കൂടി തന്നെ വിവിധ ഭാഗങ്ങൾ ഇസ്ലാമിക് അല്ലെങ്കിൽ ബാൽക്കൻ പ്രദേശങ്ങൾ പലതും ഇൻഡിപെൻഡൻസ് ആയി മാറുന്നതുമെല്ലാം അറബ് നാഷണലിസത്തിനെ വല്ലാണ്ട് സ്വാധീനിച്ചതായി നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഈ ഭാഗങ്ങളിൽ ഉസ്മാനിയ ഖിലാഫത്തിന് തന്നെ ആർമിയിൽ പ്രധാന റോൾ ഉണ്ടായിരുന്ന ആൾക്കാർ, അതുപോലെ ബാഗ്ദാദ്, ദമസ്കസ് ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട സിറ്റികൾ ജീവിച്ചിരുന്ന ഇന്റലക്ച്വലി ഉയർന്നു നിൽക്കുന്ന ആൾക്കാർ, ഇവരുടെ എല്ലാം ഒരു വളർച്ചയും അവർ നാഷണലിസ്റ്റ് ടെൻഡൻസി ശക്തമാവുന്നതുമെല്ലാം അറബ് നാഷണലിസത്തിന്റെ ഒരു പ്രധാന കാരണമായി മാറുന്നതായും ചരിത്രത്തിൽ നമുക്ക് കാണാം. ചില നിരീക്ഷണ പ്രകാരം തന്നെ ഈ ഹിജാസ് റെയിൽവേ 1908 ഉസ്മാനിയ ഖലീഫ, ശക്തനായിരുന്ന ഉസ്മാനിയ ഖലീഫ സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡിന്റെ സ്ഥാന നഷ്ടത്തിനു മുമ്പ് അദ്ദേഹം തുടങ്ങി വെച്ച ഹിജാസ് റെയിൽവേ, അത് ഉസ്മാനിയ ഖിലാഫത്തിന്റെ അറബ് പ്രദേശത്തേക്കുള്ള ശക്തി വീണ്ടും കേന്ദ്രീകരിക്കുവാനുള്ള ഒരു വികാരമായി കണ്ട ചില ആൾക്കാർ അതിനെതിരെ അറബ് റിവോൾട്ട് തുടങ്ങി എന്ന് പറയുന്ന ഒരു നിരീക്ഷണം പോലും നമുക്ക് ആ വിഷയത്തിൽ കാണാം. മുൻഭാഗങ്ങളിൽ ഹിജാസിന്റെ നേതൃത്വമുണ്ടായിരുന്ന, എന്നാൽ പേരിൽ ഉസ്മാനി ഗവർണറായിരുന്ന ഷെരീഫ് ഹുസൈൻ ഈ ഹിജാസ് റെയിൽവേയുടെ വരവ് തൻ്റെ അധികാരത്തിന് വലിയ ഒരു പ്രശ്നമുണ്ടാക്കുമെന്ന് കരുതുകയും അതിൻ്റെ ഭാഗമായി അറബ് റിവോൾട്ട് തുടക്കമിടുകയും ചെയ്തു എന്ന് പറയുന്ന ചില നിരീക്ഷണങ്ങളും നമുക്ക് കാണാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1744 തന്നെ ഈ അറബ് ഭാഗത്ത് രൂപപ്പെട്ട സൗദി മൂവ്മെന്റ് വിവിധ ഭാഗങ്ങളിൽ തകർക്കപ്പെട്ടെങ്കിൽ പോലും അത് 1910 ശേഷം വീണ്ടും സജീവമാവുകയും അങ്ങനെ ഒരു കിങ്ഡം, ഒരു സൗദി ഫാമിലിയുടെ അധികാരത്തിലുള്ള അവർ പിടിച്ചെടുത്ത സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു അനിഷേധ്യമായ ഒരു രാജവംശം സ്ഥാപിക്കുന്ന ഒരു ചരിത്രവും അത് 1932 സംഭവിക്കുന്നുണ്ട്. അതും ഒരു സൗദി നാഷണാലിറ്റിയെ കുറിച്ചും അവിടെ ഒരു ദേശീയ സ്നേഹത്തെക്കുറിച്ചുമുള്ള ഒരു ചർച്ചകൾക്ക് തുടക്കമിടുന്നത് നമുക്ക് കാണാം. പിന്നീട് നാസറിസം പോലുള്ള ചിന്തകൾ, ഞാൻ ചില പോയിന്റുകളിലേക്ക് കേന്ദ്രീകരിച്ച് പറയുകയാണ്. നാസറിസം പോലുള്ള ചിന്തകൾ, അതായത് ജമാൽ നാസറിന്റെ ചിന്ത, അതിന് പിന്നീട് നാസറിസം എന്നാണ് പറയുന്നത്. അത് ഈജിപ്ഷ്യൻ കേന്ദ്രീകരിച്ചു കൊണ്ട് തന്നെ രൂപപ്പെട്ട ചില ചിന്തകളാണ്. നാസറിസം അത് യൂറോപ്യൻ കൊളോണിസത്തിനെതിരെയും അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള ഇമ്പീരിയലിസ്റ്റ് ശക്തികൾക്കെതിരെയും നിന്നുകൊണ്ട് സോഷ്യലിസ്റ്റ് പോപ്പുലിസ്റ്റ് കാഴ്ചപ്പാടുകളിൽ ഒരു നാഷണലിസ്റ്റ് ചിന്തയെ മുന്നോട്ട് വെച്ചതാണ്. മുൻ പ്രധാനപ്പെട്ട പണ്ഡിതനായിരുന്ന അൽ കവാക്കിബിയുടെ ചിന്തകൾ പോലും നാസറിൽ സ്വാധീനിച്ചതായും ആദ്യകാലങ്ങളിൽ സ്വാധീനിച്ചതായും കാണാം. എന്ന് മാത്രമല്ല, ഇഖ്വാൻ മുസ്ലിമിനോട് പോലും ചേർന്ന് നിന്നുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന രാജവംശത്തിനെതിരെയോ അല്ലെങ്കിൽ ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെയൊക്കെ പോരാടുന്ന ഒരു മുഖം പോലും നമുക്ക് നാസറിന്റെ ചരിത്രത്തിൽ കാണാം. പിന്നീട് നാസറിസം എന്ന് പറയുന്ന ഒരു പാൻ അറബ് ചിന്തയുടെ ഒരു പ്രധാന വിഷയമായി മാറുകയും, എന്നാൽ ഇസ്രായേലിനോടുള്ള അവരുടെ പരാജയപ്പെടൽ നാസറിന്റെ ഇമേജ് തകർക്കുകയും നാസറിസ്റ്റ് ചിന്തകൾ ഇല്ലാതാവുകയും ചെയ്യുന്ന ഒരു ചരിത്രവും നമുക്ക് പിന്നീട് ചരിത്രത്തിൽ തന്നെ കാണുവാൻ കഴിയും. ഞാൻ പറഞ്ഞു വരുന്നത് സൗദി മൂവ്മെന്റ് പോലുള്ള, അറബ് റിവോൾട്ട് പോലുള്ള, അല്ലെങ്കിൽ ഈ ഖിലാഫത്തിന്റെ ഒരു സെൻട്രലൈസേഷന്റെ ഒരു പ്രവണത, അതിനെതിരെയുള്ള പലതരം നീക്കങ്ങളെല്ലാം ഇതിൻ്റെ കാരണങ്ങളായും നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. അതുപോലെ ഈ പ്രധാനപ്പെട്ട മറ്റൊരു ചിന്തയും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആൽബർട്ട് ഖുറാനിനെ പോലുള്ള പ്രധാനപ്പെട്ട ചിന്തകന്മാർ, അറേബ്യൻ ചിന്തകന്മാർ ഈ വിഷയത്തെ വളരെ വിശദമായി തന്നെ സംസാരിച്ചിട്ടുണ്ട്. അറബ് കമ്മ്യൂണിറ്റിയുടെ അവരുടെ ഒരു ബിലോങ്ങിങ്, ആ പ്രദേശത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കൺസെപ്റ്റ്, അത് അറേബ്യൻ ത്രൂ ഔട്ട് ഹിസ്റ്ററിയിൽ തന്നെ വളരെ പ്രബലമായിരിക്കുകയും അതൊരു ലിംഗ്വിസ്റ്റിക്കായ, ഒരു നാഗരികമായ, ഒരു റേഷ്യൽ കാറ്റഗറിയുടെ അടിസ്ഥാനത്തിലുള്ള ചിന്തയുടെ ഭാഗമായിട്ട് ആൽബർട്ട് ഖുറാനി അതിനെ മുന്നോട്ട് വെക്കുന്നത് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ വെസ്റ്റ് ഏഷ്യൻ, നോർത്ത് ആഫ്രിക്കൻ ഭാഗങ്ങളിൽ, അതായത് മഗരിബി ഭാഗങ്ങളിൽ ഈ ചിന്ത
ഒരു ഫ്രഞ്ച്, സ്പാനിഷ് അല്ലെങ്കിൽ ഇതുപോലുള്ള മറ്റു ഇറ്റാലിയൻ ശക്തികളോടുള്ള എതിർപ്പിൻ്റെ ഭാഗമായിട്ടും കൂടാണ് മഗ്രിബ്, നോർത്ത് ആഫ്രിക്കൻ പ്രദേശങ്ങൾ ശക്തമായത്. അതുപോലെ തന്നെ ബ്രിട്ടീഷും പിന്നീട് കുറച്ച് ഫ്രഞ്ച്, ഈജിപ്റ്റ് പോലുള്ള ചില ഭാഗങ്ങളിലും പിന്നീട് മറ്റുള്ള ഭാഗങ്ങളിൽ ബ്രിട്ടീഷ് അധിനിവേശത്തോടുള്ള ഒരു എതിർപ്പിൻ്റെ ഭാഗം കൂടെ ആയിട്ടാണ് പോപ്പുലർ നാഷണലിസം ശക്തമായതെന്നും നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. അത് മാത്രമല്ല 19-ാം നൂറ്റാണ്ടിൽ അന്നഹദ മൂവ്മെന്റ്, ഇതിൻ്റെയൊക്കെ തുടക്കം തന്നെ കുറിക്കുന്ന നാഷണലിസ്റ്റ് അറബ് ലോകത്തിൻ്റെ ഇടയിൽ ഒരു നാഷണലിസ്റ്റ് ചിന്തയ്ക്ക് തുടക്കം കുറിക്കുന്ന അന്നഹദ മൂവ്മെന്റ് പോലും ഇതിൻ്റെ ഒരു ഭാഗമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ജമാൽ അബ്ദുൽ നാസറിൻ്റെ വരവും അതിൻ്റെ കൂടെ അദ്ദേഹം തന്നെ വിവിധ ഘട്ടങ്ങൾ രൂപപ്പെടുത്തിയെടുത്ത ഒരു ഇമേജും അറബ് നാഷൻ അതിൻ്റെ ഒരു സൂപ്പർ നാഷണൽ യൂണിറ്റിയെ കുറിച്ചുള്ള സംസാരങ്ങളും അതിൻ്റെ അടിസ്ഥാനത്തിൽ അറബ് ഇസ്രായേൽ വാറിൻ്റെ നേതൃത്വത്തിലേക്ക് നാസർ ഉയർന്നു വരുന്നതും അതൊക്കെ നമുക്ക് ഈ നാസറിസത്തിൻ്റെ വളർച്ചയും എന്നതുപോലെ തന്നെ ഒരു അറബ് നാഷണലിസം അല്ലെങ്കിൽ ഒരു പാൻ അറബ് നാഷണലിസത്തിൻ്റെ ചിന്തയുടെ ഭാഗമായി നമുക്ക് കാണാം. അതുപോലെ തന്നെ 1967 നാസർ പരാജയപ്പെടുന്നതോടുകൂടി ഈ പാൻ അറബ് ചിന്ത ഇല്ലാതാവുന്നതും കാണാം. പൊതുവെ ഈ അറബ് നാഷണലിസവുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന രണ്ട് പദപ്രയോഗങ്ങളാണ്. ഒന്ന് വത്തനിയ, രണ്ടാമത് കൗമിയ. ഈ വത്തനിയ എന്ന് പറയുന്നത് വത്തൻ എന്ന പദത്തിൽ നിന്ന് രൂപപ്പെട്ടതാണ്. അത് യഥാർത്ഥത്തിൽ അതൊരു ലോയാലിറ്റി, ഒരു പ്രദേശത്തോടുള്ള ഒരു സെൻസ് ഓഫ് ലോയാലിറ്റിയെ കുറിക്കുന്ന പദപ്രയോഗമാണ്. ഇപ്പോൾ വത്തനി എന്ന് പറയുന്ന സിറ്റിസൺ എന്നുള്ള പദത്തിലേക്ക് ആ വത്തനി എന്നുള്ള പദം ഉപയോഗിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇത് ഈ വത്തനിയ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ബേസ്ഡ് ആയ ഒരു ടെറിട്ടറി കേന്ദ്രീകരിച്ചുള്ള നാഷണലിസത്തെ കുറിക്കുവാൻ വത്തനിയ എന്നുള്ള പദം നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ച് കാണാം. അതുപോലെ തന്നെ മറ്റൊരു പദമാണ് കൗമിയ. ഒരു കൗമിനോട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുപാട് ഭാഗങ്ങൾ, അറബെന്ന് പറയുന്ന മുഴുവൻ ജനതയും കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പദമായിട്ട് കൗമിയ മുമ്പ് ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ബോർഡറിനെ നിയന്ത്രണമില്ലാത്ത, അതിനെ ഒരു ട്രാൻസ്നാഷണൽ ആയ എന്നാൽ ഒരു കൗമിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള ചിന്തയായി, ഒരു ദേശത്തെ കേന്ദ്രീകരിച്ചിട്ടുള്ള ചിന്തയായി അത് കൗമിയ മാറിയെന്ന് നമുക്ക് കാണാം. എന്നാൽ അതേസമയം തന്നെ ഈ വത്തനിയും കൗമിയും പലപ്പോഴും പരസ്പരം മാറി മാറി ഉപയോഗിക്കുന്നത് പോലും നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. ഈ രണ്ട് പദപ്രയോഗങ്ങളും, വത്തനിയ അല്ലെങ്കിൽ കൗമിയ എന്ന് പറയുന്ന പദപ്രയോഗങ്ങളും ഈ അറബ് നാഷണലിസവുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന രണ്ട് പദപ്രയോഗങ്ങളാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ബാരി റൂബിനെ പോലുള്ള ചിന്തകന്മാർ അറബ് നാഷണലിസത്തിൻ്റെ ഒരു വളർച്ചയെ കുറിക്കുന്നത്, അതായത് അറബുകൾ വളരെ പുവറാണെന്നും യൂറോപ്യന്മാരെക്കാളും ശക്തരല്ല എന്ന് പറയുന്ന ഒരു നോഷന് നേരെ എതിരായിട്ട് രൂപപ്പെട്ടതാണ് ഈ അറബ് നാഷണലിസം എന്ന് റൂബിൻ്റെ ഒരു കാഴ്ചപ്പാട് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഈ വെസ്റ്റേൺ സ്കൂൾ ഓഫ് തോട്ടുകൾ, അതുപോലെ തന്നെ തൻസീമാത്ത് റിഫോം എല്ലാം ഈ അറബ് കാഴ്ചപ്പാടിനെ മാറ്റുന്നതിൽ ഒരു വലിയ, അല്ലെങ്കിൽ അറബ് നാഷണലിസത്തിൻ്റെ രൂപീകരണത്തിൽ വലിയൊരു കാരണമായിട്ടും ചരിത്രകാരന്മാർ, ചിന്തകന്മാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഗൾഫിനെ പോലുള്ള ആൾക്കാർ പരാമർശിക്കുന്നത് നേരത്തെ നമ്മൾ വിശദീകരിച്ചതുപോലെ തന്നെ ഒട്ടോമൻ അഡ്മിനിസ്ട്രേഷനോടുള്ള എതിർപ്പ് അറബ് നാഷണലിസം തുടക്കമായിട്ടും പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാഴ്ചപ്പാടിൽ അറബ് നാഷണലിസം എന്ന് പറയുന്നത് തുർക്കിഷ് നാഷണലിസത്തിനെതിരെ അല്ലെങ്കിൽ പാൻ തുർക്കിക് നാഷണലിസത്തിനെതിരെ, ഈ പാൻ തുർക്കിക് നാഷണലിസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒട്ടോമൻ കൺസെപ്റ്റിനെതിരെ അല്ലെങ്കിൽ യുവ തുർക്കികളായ അവരുടെ കൺസെപ്റ്റിനെതിരെ ഒക്കെ രൂപപ്പെട്ടതാണെന്ന് ഹദ്ദാദിനെ പോലുള്ള ആൾക്കാരും ഈ വിഷയത്തെ ചൂണ്ടിക്കാണ്ട് വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ മഹ്ദി അബ്ദുൽ ഹാദി ഈ അറബ് നാഷണലിസത്തിന്റെ ഐഡിയോളജിക്കൽ ഫ്രെയിംവർക്കിനെ 3 പാർട്ടായി വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം വിശദീകരിക്കുന്ന ഇസ്ലാമിസമാണ്, മറ്റൊന്ന് അറബ് നാഷണലിസമാണ്, മൂന്നാമത്തത് ലെഫ്റ്റ് സെക്യുലറിസ്റ്റ് കാഴ്ചപ്പാടാണ്. അതിൽ ആദ്യം പറയുന്നത് ഇസ്ലാമിസ്റ്റ് കാഴ്ചപ്പാടാണ്. അതായത് ജമാലുദ്ദീൻ അഫ്ഗാനി, റഷീദ് റിള, മുഹമ്മദ് അബ്ദു പോലുള്ളവരുടെ ചിന്തകൾ ഈ വെസ്റ്റേൺ ഇൻവേഷത്തിനെതിരെ, ഇമ്പീരിയലിസത്തിനെതിരെ ഒരു അറബ് ഇസ്ലാമിക് യൂണിറ്റിയെ കുറിച്ച് സംസാരിക്കുന്നതായി അവരുടെ ചിന്തകൾ നമുക്ക് കാണാം. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഒരു ഭാഗമായി ഒരു സോഷ്യോ പൊളിറ്റിക്കൽ സിസ്റ്റം അറബ് ലോകത്ത് വളരെ സ്ട്രക്ചറലി രൂപപ്പെടുത്തുവാനുള്ള കാഴ്ചപ്പാടുകളും ഈ 3 പണ്ഡിതന്മാരും, ജമാലുദ്ദീൻ അഫ്ഗാനിയും റഷീദ് റിളയെ പോലുള്ള, അതുപോലെ തന്നെ മുഹമ്മദ് അബ്ദുവിനെ പോലുള്ള പണ്ഡിതന്മാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ തരത്തിൽ ഇസ്ലാമികമായ പെർസ്പെക്റ്റീവിൽ നിന്ന് രൂപപ്പെട്ട ഒരു അറബ് നാഷണൽ കൺസെപ്റ്റ് ആദ്യകാലങ്ങളിൽ രൂപപ്പെട്ടതായും മഹ്ദി അബ്ദുൽ ഹാദി വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ സ്ട്രീം നാഷണലിസ്റ്റ് സ്ട്രീമാണ്. അത് നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമിക് പെർസ്പെക്റ്റീവിനേക്കാളും കൂടുതൽ ഒരു വലിയ റേഞ്ചിലേക്ക് ഈ ചർച്ചകൾ പോയത് നമുക്ക് കാണാം. അത്
പലപ്പോഴും ക്രിസ്ത്യൻ സ്കോളേഴ്സായ ബത്രോസ് ബുർത്താനി, ആൻതോൺ സാദെ, കോൺസ്റ്റന്റീൻ സുറേഖ് പോലുള്ള പണ്ഡിതന്മാർ, സ്കോളേഴ്സ്, ചിന്തകന്മാർ ഈ നാഷണലിസ്റ്റ് ചിന്തയ്ക്കും വലിയ റോള് കൊടുത്തതായും നമുക്ക് കാണാം. അവരുടെ കാഴ്ചപ്പാടുകൾ ഇസ്ലാമിൻ്റെ എലമെന്റിനെ അവർ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിനേക്കാളും അപ്പുറം ഈ ഒരു സെക്കുലർ ഫ്രെയിംവർക്കിൽ നിന്നുകൊണ്ട് നീതിയും ജനതയ്ക്കിടയിൽ ഒരു ഹാർമണിയസ് ആയ സോഷ്യോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ രൂപപ്പെടുത്തണം എന്നുള്ള ചിന്തയാണ് നാഷണലിസ്റ്റ് സ്ട്രീം മുന്നോട്ട് വെച്ചത്. മൂന്നാമത്തെ ഒരു ഭാഗമായിട്ട് മഹദി അബ്ദുൽ ഹാദി പറയുന്നത് അത് ലെഫ്റ്റിസ്റ്റ് ചിന്താധാരകളാണ്. അത് ഒരു പക്ഷേ മറ്റുള്ള ഭാഗങ്ങൾ USSRന്റെ ചിന്തയും ചൈനയിൽ നിന്നൊക്കെ രൂപപ്പെട്ട് വന്ന പല ചിന്തകൾ അത് വെസ്റ്റ് ഏഷ്യൻ ഭാഗങ്ങളിലേക്ക് ശക്തമാവുകയും ഈ വെസ്റ്റ് ഏഷ്യൻ ഭാഗങ്ങളിൽ നിലനിന്നിരുന്ന പലതരത്തിലുള്ള സാമ്പത്തിക അസമത്വങ്ങൾക്കെതിരെ ശക്തമായി സംസാരിച്ച വിഭാഗമാണ്. ഒരേ സമയം തന്നെ ഇമ്പീരിയലിസത്തിനെ സംസാരിക്കുകയും അതേസമയം തന്നെ അറബ് മുസ്ലിം സമൂഹങ്ങളിൽ ഉണ്ടായിരുന്ന പലതരം വിഭാഗീയതകളും അസമത്വങ്ങളെയും അത് മതപരമായോ അല്ലാതെയോ പലതരത്തിലുള്ള അസമത്വങ്ങൾക്കെതിരെ സംസാരിച്ചുകൊണ്ട് ഒരു ലെഫ്റ്റിസ്റ്റ് കാഴ്ചപ്പാടിൽ നാഷണലിസത്തെ മുന്നോട്ട് വെച്ച ഒരു വിഭാഗമായിട്ട് മൂന്നാമതായി മഹദി അബ്ദുൽ ഹാദി മുന്നോട്ട് വെക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ചിന്തകന്മാരിൽ ഒരാളാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ നാഷണലിസ്റ്റ് ചിന്തകന്മാരിൽ ഒരാളാണ് കോൺസ്റ്റന്റീൻ സുറേഖിന്റെ ചിന്ത നമ്മൾ പ്രത്യേകം അറിയേണ്ടതാണ്. അദ്ദേഹം ഈ അറബ് നാഷണലിസ്റ്റിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളാണ്. ഈ അറബ് ചിന്ത ശക്തമാവുകയും അതുപോലെ തന്നെ അറബ് മിഷൻ, നാഷണൽ ഫിലോസഫി എന്നൊക്കെ പറയുന്ന പുതിയ കൺസെപ്റ്റുകൾ മുന്നോട്ട് വെച്ച ആളാണ് കോൺസ്റ്റന്റൈൻ സുറേഖ് എന്ന് പറയുന്ന ചിന്തകൻ. അദ്ദേഹമാണ് നഖബ എന്ന് പറയുന്ന ഫലസ്തീനിൽ സംഭവിച്ച 1942 സംഭവിച്ച ആ സംഭവത്തെ നഖബ എന്നുള്ള പേര്, കാറ്റസ്ട്രോഫി എന്നുള്ള പേര് കൊടുത്തത്. മാനാൻ നഖബ എന്ന് പറയുന്ന കിതാബിലാണ് ഈ പദം അദ്ദേഹം ആദ്യമായി ഉപയോഗിച്ചത്. ഈ തരത്തിൽ നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട ചില പണ്ഡിതന്മാരെയും ഈ ചിന്തകരെയും മുന്നോട്ട് വെച്ചത് ഈ പറയുന്ന ഒരു സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടിലുണ്ടായിരുന്ന വിഭാഗങ്ങളാണ്. അത് പ്രധാനമായും ബാസ് പാർട്ടിയുടെ രൂപീകരണത്തോടു കൂടി അറബ് ലോകങ്ങളിൽ ഈ നാഷണലിസ്റ്റ്, ഒരു സോഷ്യലിസ്റ്റ് പെർസ്പെക്റ്റീവ് ഉള്ള നാഷണലിസ്റ്റ് കൺസെപ്റ്റുകൾ ശക്തമാവുന്നത് നമുക്ക് കാണാം. അതിൽ നേരത്തെ പറഞ്ഞതുപോലെ സക്കി അർസൂസി, സലാഹുദ്ദീൻ ബൈത്തർ, മിഷേൽ അഫ്ലക്ക്. ഈ മിഷേൽ അഫ്ലക്കാണ് ബാസ് പാർട്ടിയുടെ ഒരു വലിയ പ്രധാനപ്പെട്ട നേതാവായി രൂപപ്പെട്ടത്. അദ്ദേഹമാണ് മോഡറേറ്റ് സോഷ്യലിസം, അറബ് ലോകത്തിന്റെ മുഴുവൻ ക്യാരക്ടറിസ്റ്റുകളെയും പരിഗണിച്ചുകൊണ്ട് തന്നെ, അതായത് മതമാവട്ടെ, അവിടുത്തെ വിവിധ ക്ലാസിഫിക്കേഷൻ ആവട്ടെ, അതിനെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെ ഒരു മോഡറേറ്റ് സോഷ്യലിസം മുന്നോട്ട് വെച്ച സിറിയൻ മാർക്സിസ്റ്റ് ചിന്തകനാണ് മിഷേൽ അഫ്ലക്ക്. അദ്ദേഹത്തിൻ്റെ ഈ ചിന്തകളെല്ലാം അറബ് നാടുകളെ കേന്ദ്രീകരിക്കുകയും അത് ഒരു തരത്തിൽ ഒരു ഇമ്പീരിയലിസ്റ്റ് വിരുദ്ധമാവുകയും അതേസമയം തന്നെ ഈ ആ ഭാഗത്തെ നാഷണലിസ്റ്റ് ചിന്തയ്ക്ക് വലിയൊരു അവരുടെ ഷേപ്പ് ചെയ്യുന്നതിൽ വലിയ ഒരു റോള് ബാസ് പാർട്ടിയുടെ, മിഷേൽ അഫ്ലക്കിന്റെ ചിന്തകൾക്ക് വലിയ റോള് നമുക്ക് കാണാം. അദ്ദേഹം തന്നെ ഈ പാൻ അറബിസത്തിനെ കുറിച്ചും അതായത് അറബ് നാടുകളുടെ ഒരു പാൻ കൺസെപ്റ്റിനെ കുറിച്ചുമുള്ള ചിന്തകളും മിഷേൽ അഫ്ലക്കിന്റെ ചിന്തകളിൽ നമുക്ക് കാണാം. അതുപോലെ നമ്മൾ രണ്ടാമത് മനസ്സിലാക്കേണ്ടത് ഈ അറബ് നാഷണലിസ്റ്റിന്റെ ചർച്ചകൾക്കിടയിൽ തന്നെ ശക്തമായതാണ് സയോണിസ്റ്റ് നാഷണലിസം. അതായത് തിയോഡർ ഹെർസലിന്റെ ദ ജൂയിഷ് സ്ട്രാൻഡ് എന്ന് പറയുന്ന കിതാബിൽ, ജൂയിഷ് സ്റ്റേറ്റ് എന്ന് പറയുന്ന കിതാബിലാണ് ഈ ഒരു ചിന്ത ആദ്യമായി മുന്നോട്ട് വെക്കുന്നത്. അത് വളരെ വിശദമായി തന്നെ നമ്മൾ പലപ്പോഴും സംസാരിച്ചിട്ടുള്ള വിഷയമാണ്. കാരണം ഒരു അറബ് ലോകത്ത് ബൈബിളിന്റെ കാഴ്ചപ്പാട് ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രോമിസ്ഡ് ലാൻഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് മുന്നോട്ട് വെക്കുകയും ഒരു യൂട്ടോപ്യൻ തിയറി മുന്നോട്ട് വെക്കുകയും, എന്നാൽ അത് 50 വർഷത്തിനിടയിൽ തന്നെ 1948 തന്നെ അവർക്കത് സ്ഥാപിക്കാനും കഴിഞ്ഞു എന്നതാണ്. ഒരു യൂട്ടോപ്യൻ തിയറി എന്ന് പറയുന്നത് പലപ്പോഴും പല നേതാക്കന്മാരും തള്ളിക്കളഞ്ഞെങ്കിൽ പോലും തിയോഡർ ഹെർസലിന്റെ ഈ ചിന്ത അത് 1950 വർഷത്തിനിടയിൽ തന്നെ 48 അവർക്ക് സ്ഥാപിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. 1987 തിയോഡർ ഹെർസൽ വേൾഡ് ജൂയിഷ് കോൺഗ്രസിൽ ഇത് മുന്നോട്ട് വെക്കുന്നത്. പലപ്പോഴും അത് തള്ളിക്കളഞ്ഞെങ്കിൽ പോലും പക്ഷേ അത് പിന്നീട് അത് പ്രാക്ടിക്കലായി എല്ലാവരും യാഥാർത്ഥ്യമായി മാറുന്നതും നമുക്ക് കാണുവാൻ കഴിയും. അത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ബാൾഫർ ഡിക്ലറേഷൻ 1917 ബാൾഫർ ഡിക്ലറേഷൻ
സയോണിസ്റ്റ് ചിന്തയുടെ പ്രധാനപ്പെട്ട ഒരു സഹായമായി മാറുന്നു. അതുപോലെ തന്നെ 1909 സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡിൻ്റെ സ്ഥാനത്ത് നിന്ന് നീക്കുന്നത് പോലും സയോണിസ്റ്റ് നാഷണലിസത്തിന് വലിയ സഹായമായി മാറുകയും ചെയ്യുന്നുണ്ട്. അത് അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതോടുകൂടി ഫലസ്തീൻ ഭാഗത്തേക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പോലും കൂറ്റൻ വലിയ സംഘങ്ങളായി ജൂയിഷ് മൈഗ്രേഷനെ കൊണ്ടെത്തിക്കുവാനും ഈ സയോണിസ്റ്റ് മൂവ്മെന്റിന് കഴിയുന്നുണ്ട്. അതായത് ജനതയില്ലാത്ത ഭൂമി, ഭൂമിയില്ലാത്ത ജനത എന്ന് പറയുന്ന, ജനതയില്ലാത്ത ഭൂമി, ഭൂമിയില്ലാത്ത ജനതയ്ക്ക് വേണ്ടി എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യമായിരുന്നു ഇവർ ഉപയോഗിച്ചത്. ഫലസ്തീൻ എന്ന് പറയുന്ന പ്രദേശം, അവിടെ ആരുമില്ല, ആ ഭാഗത്തേക്ക് ഭൂമിയില്ലാത്ത യഹൂദന്മാരെ കൊണ്ടെത്തിക്കുക എന്ന് പറയുന്ന ഒരു വളരെ ഫേക്കായ, ഫോൾസായ, റെഡ് ഫ്ലാഗ് നിറഞ്ഞ ഒരു കൺസെപ്റ്റാണ് സയോണിസ്റ്റ് മൂവ്മെന്റ് മുന്നോട്ട് വെച്ചത്. ഈ റാബി സുബി ഹിർസക് കൾഷർ, അതുപോലെ തന്നെ റബി ജുദ അൽഖായി, മോസസ് ഹെസ്, അഹം ഹാം, ലിയോൺ പിൻസ്കർ എന്നീ പറയുന്ന പ്രധാനപ്പെട്ട ഏർലി സയോണിസ്റ്റ് ചിന്തകന്മാർ, അതായത് തിയോഡർ ഹെർസലിന് മുമ്പ് തന്നെ ഈ പറയുന്ന ആൾക്കാർ ഒരു യഹൂദർക്ക് വേണ്ടിയുള്ള സെൽഫ് ഹെൽപ്പ് വേണമെന്നും ഒരു ജൂയിഷ് സ്റ്റേറ്റ് വേണമെന്നും ഒക്കെ സംസാരിച്ച ആൾക്കാരാണ്. അതുകൊണ്ടാണ് റബി സുവി ഹിർഷി കൾഷറിനെ ആദ്യത്തെ സയോണിസ്റ്റ് എന്ന് വിളിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ഒരു ജൂയിഷ് നാഷണൽ ഹോം വേണമെന്ന് പറയുന്ന ഒരു റബ്ബാനിക്കൽ ഒരു കൺസെപ്റ്റ് മുന്നിൽ വെച്ചുകൊണ്ട് സംസാരിച്ച ആളാണ് റബി ജുദ അൽഖൈൻ. അതുപോലെ തന്നെ മോസസ് ഹെസ് എന്ന് പറയുന്ന ജർമ്മൻ ജൂയിഷ് തിങ്കറാണ്. എല്ലാ യഹൂദന്മാരുടെയും യൂറോപ്പിലുണ്ടാകുന്ന പ്രോബ്ലങ്ങൾക്ക് ഒരു സൊല്യൂഷനായി ഫലസ്തീനിൽ ജൂയിഷ് സ്റ്റേറ്റ് വേണമെന്ന് തിയോഡർ ഹെർസലിന് മുമ്പ് തന്നെ സംസാരിച്ച ആളാണ് മോസസ് ഹെസ്. അഹദ് ആഹാം പോലും ഇതേപോലെ തന്നെ യഹൂദന്മാരുടെ ജീവിതത്തിൻ്റെ ഒരു സാംസ്കാരികമായ ഒരു ആധ്യാത്മികമായ ഒരു നവോത്ഥാനത്തിന് വേണ്ടി അത് നടക്കണമെങ്കിൽ അവർക്ക് ലാൻഡ് ഓഫ് ഇസ്രായേൽ വേണമെന്ന് സംസാരിച്ച ആളാണ്. ലിയോൺ പിൻസ്കർ ആവട്ടെ, അയാൾ കൂടുതൽ സംസാരിച്ചത് അവരുടെ സ്വന്തം വിധിയും അതുപോലെ തന്നെ ഒരു നാഷണൽ ഹോമും രൂപീകരിക്കേണ്ടത് യഹൂദന്മാരുടെ ആവശ്യമാണ്. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ പൊളിറ്റിക്കൽ ആധുനിക സയോണിസത്തിൻ്റെ ഒരു ഫോർഫാദറായി പരിഗണിക്കുന്നതും നമുക്ക് കാണുവാൻ കഴിയും. ഇതാണ് ഈ സയോണിസ്റ്റ് നാഷണലിസത്തിൻ്റെ ഒരു ചുരുക്കെഴുത്ത്. സയോണിസ്റ്റ് നാഷണലിസം പോലും ശക്തമാവുന്നത് തുർക്കിഷ് നാഷണലിസത്തിൻ്റെ ഒരു ചരിത്രത്തിലും കൂടെയാണ് എന്ന് നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. തുർക്കിഷ് നാഷണലിസത്തിന് വിവിധ ഘട്ടങ്ങളിലൂടെയുള്ള വളർച്ചയാണ്. അത് 19-ാം നൂറ്റാണ്ട് മുതൽ തുടങ്ങുകയും അതുപോലെ തന്നെ ഏർലി 20-ാം നൂറ്റാണ്ട് തുടക്കത്തിൽ തന്നെ ശക്തമാവുന്നുണ്ട്. തുർക്കി നാഷണലിസത്തിന് പലപ്പോഴും ഒരു നാഷണലിസ്റ്റ്, സെക്യുലറിസ്റ്റ്, ലെഫ്റ്റിസ്റ്റ് ചിന്തകളെക്കാളും അപ്പുറം ഉസ്മാനിയ ഖിലാഫത്തിൽ തന്നെ ശക്തമായ ഒരു നാഷണലിസം നിലവിലുണ്ടായിരുന്നു. ഖിലാഫത്തിന് തന്നെ വളർച്ചയ്ക്ക് അവിടെ തൻസീമാത്ത് എന്ന് പറയുന്ന ഒരു നവോത്ഥാന പ്രക്രിയ ആവശ്യമാണെന്ന് ചിന്തിച്ച പണ്ഡിതന്മാർ ഖിലാഫത്തിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. 1839 മുതൽ 76 വരെ യൂറോപ്യൻ ഭാഗത്ത് രൂപപ്പെട്ട പല നവോത്ഥാന ശ്രമങ്ങളും ഖിലാഫത്തിൻ്റെ ഉള്ളിലേക്ക് നടപ്പിലാക്കണമെന്ന് ഖലീഫമാരെയും നേതാക്കന്മാരെയും നിർബന്ധിച്ച ചിന്തകൾ പോലും നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ കാണാം. അതുപോലെ തന്നെ 1870-കളിലും 1880-കളിലും സിറ്റിസൺഷിപ്പ് പോലുള്ള ചർച്ചകളും അതുപോലെ തന്നെ ഈ യൂറോപ്പിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന എത്നിക് ഗ്രൂപ്പുകളുടെ ലോയാലിറ്റിയും എല്ലാം അത് നഷ്ടപ്പെടുന്നതൊക്കെയും ആ ഭാഗങ്ങളിൽ വിവിധ വിഭാഗീയത രൂപപ്പെടുന്നതുമെല്ലാം തുർക്കിഷ് നാഷണലിസത്തിൻ്റെ ഒരു വളർച്ചയ്ക്ക് കാരണമാവുന്നുണ്ട്. തുർക്കിഷ് നാഷണലിസത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇവല്യൂഷനിൽ, അവരുടെ ഒരു പരിണാമ പ്രക്രിയയിൽ ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് യങ് ഒട്ടോമൻസ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു വിഭാഗത്തെയാണ്. അതായത് യങ് തുർക്കുകളേക്കാൾ മുമ്പ് യങ് ഒട്ടോമൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗം അവിടെ പ്രധാനമായും ശക്തമായിരുന്നു. അവരുടെ ചിന്തകൾ നാമിക് കമാലിനെ പോലുള്ള, ഇബ്രാഹിം ഷിനാസിയെ പോലുള്ള, സിയ പാഷയെ പോലുള്ള പ്രധാനപ്പെട്ട പണ്ഡിതന്മാരും ചിന്തകന്മാരും അതൊരു ഇസ്ലാമിൻ്റെ റിവൽറ്റൈസേഷൻ, ഇസ്ലാമിൻ്റെ നവോത്ഥാന ശ്രമങ്ങളും അതുപോലെ തന്നെ യൂറോപ്യൻ മോഡലിൽ ഈ ഖിലാഫത്തിനുള്ളിൽ ഒരു മോഡേണൈസേഷൻ പ്രോസസ്സും വേണമെന്ന് വാദിച്ചവരാണ്. ഒരേ സമയം തന്നെ ഇസ്ലാമിൻ്റെ ശക്തി പ്രഭാവം ആവശ്യപ്പെടുകയും അതേസമയം തന്നെ ഈ ഖിലാഫത്തിനുള്ളിൽ കൂടുതൽ ഒരു മോഡേണൈസ്ഡായ ഒരു സിറ്റുവേഷൻ വേണമെന്നും അവർ വാദിച്ചിരുന്നു. കാരണം അവർക്ക് ചുറ്റുപാടുമുള്ള പ്രധാനപ്പെട്ട എംപയറുകളായ അത് ഫ്രാൻസ് ആവട്ടെ അല്ലെങ്കിൽ ബ്രിട്ടൻ ആവട്ടെ, അവരുടെ ഒരു വളർച്ച ഖിലാഫത്തിൻ്റെ ഉള്ളിൽ തന്നെ വേണമെന്നും
ഒരു കോൺസ്റ്റിറ്റ്യൂഷണലായ ഒരു റെജീമായി, ഭരണകൂടമായി ഖിലാഫത്തിനെ മാറ്റണമെന്നൊക്കെ വാദിച്ചവരാണ് ഈ പറയുന്ന യങ് ഒട്ടോമൻസ്. അതുകൊണ്ട് തന്നെ ഈ ഖിലാഫത്തിൻ്റെ തകർച്ചയെക്കാളും അപ്പുറം ഖിലാഫത്തിൻ്റെ ഭദ്രത മുന്നിൽ വെക്കുകയും അതിൻ്റെ ഭാഗമായി ആ ഭദ്രതയ്ക്ക് മോഡേണൈസേഷൻ ആവശ്യമാണെന്നും ആ ഭദ്രതയ്ക്ക് യൂറോപ്പിനെ പോലെ തന്നെയുള്ള ചില മാറ്റങ്ങൾ തങ്ങളുടെ ചിന്തയിൽ അത്യാവശ്യമാണെന്നുമൊക്കെയും അവർ ചിന്തിച്ചിരുന്നു. അതിൻ്റെ കൂടെ തുർക്കിഷ് ലാംഗ്വേജിനെ പ്രധാനമായി അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവരെ യങ് ഒട്ടോമൻസിനെ നാഷണലിസ്റ്റ് പ്രക്രിയയുടെ ഭാഗമായി നമ്മൾ എണ്ണുന്നത്. അതായത് നാഷണലിസത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഒരു ഭാഷ, ലിംഗ്വിസ്റ്റിക് അണ്ടർസ്റ്റാൻഡിങ് ആണല്ലോ. അതുകൊണ്ട് തന്നെ ആ ലിംഗ്വിസ്റ്റിക്സിനെ അവർ മുന്നോട്ട് വെച്ചതായി നമുക്ക് കാണാം. അതുപോലെ തന്നെ ഒട്ടോമൻ മുസ്ലിം ഐഡൻറ്റിറ്റിയുടെ ടെക്നിക്കലായ, പൊളിറ്റിക്കലായ, പലതരത്തിലുള്ള മോഡേണൈസേഷനായ ഒരു വളർച്ചയെ ഇവരും മുന്നോട്ട് വെക്കുന്നത് കാണാം. ഇതിന് ശേഷം പിന്നീട് ശക്തമാവുന്നതാണ് ഈ യുവ തുർക്കികൾ എന്ന് വിളിക്കപ്പെടുന്നത്. അത് കമ്മിറ്റി ഫോർ യൂണിയൻ ആൻഡ് പ്രോഗ്രസ്, CUP എന്ന് വിളിക്കപ്പെടുന്ന ആ ഒരു ശക്തി യൂറോപ്യൻ എഡ്യൂക്കേറ്റഡ് ആയ വിഭാഗത്തിൽ നിന്നാണ് രൂപപ്പെടുന്നത്. അതിൽ പ്രധാനപ്പെട്ട ആൾ സിയ ഗോകാൽപ്പാണ്. അദ്ദേഹമാണ് ഈ മോഡേൺ ടർക്കിഷ് നാഷണലിസത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത മുന്നോട്ട് വെച്ചത് അദ്ദേഹമാണ്. അദ്ദേഹം ഇസ്ലാമിനെയൊക്കെയും അവഗണിക്കുന്നില്ല എങ്കിൽ പോലും കൂടുതൽ അതിനേക്കാളും അപ്പുറം അവരുടെ നാഷണലായ ഇൻ്റഗ്രിറ്റിയെ കുറിച്ച് സംസാരിക്കുന്നതാണ്. അദ്ദേഹം പറയുന്നത് ഇസ്ലാം എന്ന് പറയുന്നത് ഒരു അറബ് ഇസ്ലാം അല്ല, തുർക്കിക്കുള്ളിൽ തന്നെയും അല്ലെങ്കിൽ തുർക്ക് നാടുകൾക്ക് ഉള്ളിൽ പോലും ഇസ്ലാമുണ്ട്. ഇസ്ലാമിന് ഒരു അറബിക് സ്വഭാവമല്ല എന്ന് പറഞ്ഞതാണ്. കാരണം അന്നൊക്കെയും ഒരു ഇസ്ലാമിക പണ്ഡിതനാവുക എന്ന് പറഞ്ഞാൽ അറബ് ലോകത്തിൻ്റെ ഒരു പണ്ഡിതനാവുക എന്ന് പറയുന്നൊരു കാഴ്ചപ്പാട് പോലുമുണ്ട്. ഇന്നും ടർക്കിഷ് നാഷണലിസ്റ്റ് ചിന്തകന്മാർ ഇസ്ലാമിനെ വിമർശിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇസ്ലാമിക ലോകത്തുള്ള പണ്ഡിതന്മാർ ആ എണ്ണത്തിൽ ഉസ്മാനി തുർക്കി പണ്ഡിതന്മാരെ എണ്ണാത്തത് ഈ ഒരു പ്രധാന വിഷയമായി നമുക്ക് എണ്ണുന്നത് കാണാം. ഇപ്പോൾ പോലും നമുക്കറിയാം, നമ്മുടെ തന്നെ സ്വന്തം നാടുകളിലും ഇസ്ലാമിക് സ്റ്റഡീസ് സിലബസുകൾ പോലും ഈ ഏഷ്യൻ, പേർഷ്യൻ, ആഫ്രിക്കൻ, അറബ് പണ്ഡിതന്മാരെ എണ്ണുമ്പോൾ അതിൽ ഒരാൾ പോലും തുർക്കി പണ്ഡിതന്മാരുണ്ടാവാത്തതെല്ലാം അതിനോടുള്ള വിരുദ്ധതയെല്ലാം ഈ ടർക്കിഷ് നാഷണലിസത്തിൻ്റെ രൂപീകരണത്തിന് കാരണമാവുന്നതായും നമുക്ക് കാണാം. അതുപോലെ തന്നെ സിയ ഗോകാൽപ്പ് കൂടുതൽ ഒരു ടർക്കിഷ് കൾച്ചറിനെ ഉയർത്തിപ്പിടിക്കുന്ന, അതുപോലെ തന്നെ വെസ്റ്റേൺ സിവിലൈസേഷനെ അംഗീകരിച്ചു കൊണ്ട് തന്നെ ഇസ്ലാമിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ചിന്തയായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഇസ്ലാം ഒരു പ്രൈവറ്റ് ബിലീഫായി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാം ഈ ഷെയ്ഖുൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു പോസ്റ്റിനെതിരെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അതായത് പൊളിറ്റിക്കൽ പവർഫുള്ളായ ഒരു റിലീജിയസ് ലീഡറിനെ അദ്ദേഹം അംഗീകരിക്കുന്നില്ല. അതിനേക്കാളും അപ്പുറം വ്യക്തിപരമായ ഒരു കാഴ്ചപ്പാടിലേക്ക് ഇസ്ലാമിനെ കൊണ്ടുവരണം എന്നാണ് അദ്ദേഹം ഈ വിഷയത്തിൽ മുന്നോട്ട് വെച്ചത്. അതിന് കൂടെ പിന്നീട് ശക്തമാവുന്നത് കമാൽ അത്താതുർക്കിൻ്റെ ഒരു ചരിത്രമാണ്. കമാൽ അത്താതുർക്ക് നമുക്കറിയാം ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ തന്നെ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ലീഡറായി ഉയർന്നു വന്ന ആളാണ്. കമാൽ അത്താതുർക്ക് ഈ ഒന്നാം ലോക യുദ്ധത്തിൽ പോലും അതിന് ഖിലാഫത്തിൻ്റെ സൈനിക ജനറലായി അധികാരത്തിൽ നിന്ന ആളാണ്. പക്ഷെ കമാൽ അത്താതുർക്കിന് ഇസ്ലാമികമായ ഒരു പാസ്റ്റിനോട് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. അതിന് പകരം ഒരു നാഷണലിസമായ, ഒരു റിപ്പബ്ലിക്കൻ ചിന്തയുടെ, അതുപോലെ തന്നെ സെക്യുലറിസ്റ്റ് ചിന്തയുടെ ഒരു വക്താവായി, അതുപോലെ തന്നെ വെസ്റ്റേണൈസേഷൻ്റെയും മോഡേണൈസേഷൻ്റെയും ഒരു വക്താവായും മുന്നോട്ട് വന്ന ആളാണ് കമാൽ പാഷ. പിന്നീട് കമാൽ പാഷ ഈ സ്റ്റേറ്റ് രൂപീകരിച്ചതിന് ശേഷം അതൊരു വലിയ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു നേതൃത്വം ഏറ്റെടുക്കുന്നത് കാണുവാൻ കഴിയും. തുർക്കി സൊസൈറ്റിക്ക് വേണ്ടത് തുർക്കിഷ്നെസ് ആണ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് ഈ കമാൽ പാഷയുടെ നേതൃത്വത്തിലുള്ള കമാലിസ്റ്റ് ചിന്തകർ മുന്നോട്ട് വെച്ചത്. കമാലിസ്റ്റ് ചിന്തയുടെ കാഴ്ചപ്പാടുകളിൽ തുർക്കിഷ് ഹിസ്റ്ററി തിസീസും സൺ തിയറി തിസീസും എന്ന് പറഞ്ഞ രണ്ട് ഐഡിയോളജികൾ നാഷണലിസവുമായി ബന്ധപ്പെട്ട് അവർ മുന്നോട്ട് വെച്ചു. അതായത് തുർക്കിഷ് ഹിസ്റ്ററി തിസീസ് എന്ന് പറഞ്ഞാൽ ലോക സിവിലൈസേഷനും എല്ലാ സിവിലൈസേഷനും ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ ഉസ്മാനിയ ഖിലാഫത്തിനൊക്കെ മുമ്പ് തന്നെ തുർക്കികൾ ചരിത്രത്തിന് നാഗരികതയ്ക്ക് വലിയ കോൺട്രിബ്യൂഷനാണ് നൽകിയെന്നും, അതുപോലെ തന്നെ ഈ സെൻട്രൽ ഏഷ്യൻ അർബൻ ഭാഗങ്ങളിലുമെല്ലാം അവരെയൊക്കെ കണക്ട് ചെയ്യുന്നത്, എല്ലാം ബന്ധിപ്പിക്കുന്നത്
അവരുടെ ഈ മൾട്ടിനാഷണലായ എംപയറിനെയൊക്കെ കണക്ട് ചെയ്യുന്നതുമെല്ലാം ഒരു തുർക്കിഷ്നെസ് ആണ് എന്നൊക്കെയും, അല്ലെങ്കിൽ ആ തുർക്കിയുടെ ചരിത്രമാണ് എന്നൊക്കെയുമാണ് അവർ മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പോലും തുർക്കിക് കോപ്പറേഷൻ എന്നത് പറയുന്നത് ആധുനിക തുർക്കി സ്റ്റേറ്റിന്റെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായും നമുക്ക് കാണാം. ആ തരത്തിലാണ് അവർ ഈ വെസ്റ്റ് ഏഷ്യൻ ചരിത്രത്തെ മുന്നോട്ട് വെച്ചത്. അതുപോലെ രണ്ടാമതാണ് ദ സൺ തിയറി എന്ന് പറയുന്ന കൺസെപ്റ്റ്. അതിൽ അവർ മുന്നോട്ട് വെച്ചത് ഈ തുർക്കിക് ഭാഷയ്ക്ക് തന്നെ ഒരു വലിയ ഒരു ചരിത്രമുണ്ട്. നമ്മൾ പറയാറുണ്ടല്ലോ, ഇവിടെ ഇന്ത്യയിലെ ഭാഷ അല്ലെങ്കിൽ ഇവിടെ വേദഭാഷ സംസ്കൃത ഭാഷയ്ക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്നൊക്കെ പറയുന്ന വാദങ്ങൾ പോലെ ഇവിടെയും അവർ തുർക്കിക് ഭാഷയ്ക്ക് ഒരു ചരിത്രങ്ങളുടെ നൂറ്റാണ്ടുകളുടെ പിൻബലമാണ് ഉള്ളതെന്നും അതിൽ നിന്നാണ് പലതും രൂപപ്പെട്ടതെന്നുമൊക്കെയാണ് പല ലാംഗ്വേജുകളുടെയും മദർ ലാംഗ്വേജ് ആയിട്ട് പോലും തുർക്കി ഭാഷയെ ഈ കമാലിസ്റ്റുകൾ മുന്നോട്ട് വെച്ചതായും നമുക്ക് കാണാം. 1937 കമാലിസ്റ്റുകൾ ലേഷിസം എന്ന് പറയുന്ന ഫ്രഞ്ച് സെക്യുലറിസത്തെ അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് കടമെടുത്തതും അതിൻ്റെ ഭാഗമായി റിപ്പബ്ലിക്കനിസവും നാഷണലിസവും സ്റ്റേറ്റിസവും പോപ്പുലിസവും റിഫോമിസവും ഈ സെക്യുലറിസത്തിൻ്റെ കൂടെ ഈ പറയുന്ന 6 പ്രിൻസിപ്പിളുകളെ മുന്നോട്ട് വെക്കുന്നതുമെല്ലാം ഒരു മോഡേൺ തുർക്കിയുടെ ഫോർമേഷന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ഈ മോഡേൺ തുർക്കിയുടെ ഫോർമേഷൻ എല്ലാം യഥാർത്ഥത്തിൽ തുർക്കി സമൂഹത്തിൻ്റെ നേരെ താല്പര്യങ്ങൾക്കും അവർ ജീവിച്ചിരുന്ന ജീവിതങ്ങൾക്കും നേരെ വിരുദ്ധമായ ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ നൂറ്റാണ്ടുകളായി മുസ്ലിങ്ങളായി ജീവിച്ച, മുസ്ലിം സ്വത്വമുണ്ടായിരുന്ന അല്ലെങ്കിൽ മതവിഭാഗങ്ങളായ ആൾക്കാരുടെ മതകീയത എടുത്തു കളയുവാൻ, അവരുടെ വിദ്യാഭ്യാസ സംരംഭങ്ങളെ തടയുവാൻ, അവരുടെ മൂവ്മെൻറ്റുകളെ ഇല്ലാതാക്കുവാൻ, അവരുടെ റിലീജിയസിറ്റിനെ നശിപ്പിക്കുവാൻ, അവരുടെ ഭാഷയെ മാറ്റിക്കൊണ്ട് ലാറ്റിനൈസ് ചെയ്യുന്ന ഒരു ഭാഷ രൂപപ്പെടുത്തുവാനെല്ലാം ഈ അൾട്രാ തീവ്ര ദേശീയവാദികളായ കമാലിസ്റ്റുകൾക്ക് സാധിച്ചു എന്നതും ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ ഭാഗമായി തന്നെ ഈ കുർദിഷ് നാഷണലിസത്തിൻ്റെ ഭാഗമായി തന്നെ ഈ ഭാഗങ്ങളിൽ സജീവമായ മറ്റൊരു പ്രധാനപ്പെട്ട നാഷണലിസ്റ്റ് ചിന്തയാണ് കുർദിഷ് നാഷണലിസം. അതായത് തുർക്കിഷ് നാഷണലിസത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ അതിന് വിരുദ്ധമായോ ചരിത്രപരമായി രൂപപ്പെട്ടതാണ് ഈ കുർദിഷ് നാഷണലിസം. കുർദിഷ് നാഷണലിസത്തിന് ഒന്നാം ലോക യുദ്ധത്തിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. 1914 മുതൽ 18 വരെ നീണ്ടു നിന്ന ആ യുദ്ധവും അതിനുശേഷം ഖിലാഫത്തിൻ്റെ തകർച്ചയും അതിനോട് ഈ കുർദിഷ് പ്രദേശത്തുണ്ടായിരുന്ന ജനങ്ങളുടെ പ്രതികരണത്തിൻ്റെ ഭാഗമായിട്ടാണ് കുർദിഷ് നാഷണലിസ്റ്റ് ടെൻഡൻസി ഈ ഭാഗങ്ങളിൽ സജീവമായത്. ഈ 1920കളിൽ ഈ തുർക്കിയുടെ, അതായത് ഖിലാഫത്തിൻ്റെ ബാക്കിയായ ഖിലാഫത്തും അവിടെ ഉണ്ടായിരുന്ന ഈ സഖ്യകക്ഷികളുമായിട്ടുണ്ടായിരുന്ന ഒരു സന്ധി, അത് ട്രീറ്റി ഓഫ് സെവറസ് എന്ന് പറയുന്ന സന്ധി ഈ ഒരു വിഷയത്തിൽ വലിയ ഒരു റോളുണ്ട്. അതായത് ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ തന്നെ പ്രധാനപ്പെട്ട ശക്തി ഇല്ലാതാക്കുകയും ആ ഖിലാഫത്തിൻ്റെ പല ഭാഗങ്ങളും ഈ സഖ്യകക്ഷികൾ വേർതിരിച്ചെടുക്കുകയും ചെയ്യുന്ന സന്ധിയാണ് ട്രീറ്റി ഓഫ് സെവറസ് എന്ന് പറയുന്ന സന്ധി. അതിൻ്റെ ഭാഗമായി കുർദ് നാഷണലിസമാണ് അല്ലെങ്കിൽ കുർദ് ഭാഗങ്ങളാണ് ഏറ്റവും കൂടുതൽ വിപത്ത് അനുഭവിച്ചത്. ഇതോടുകൂടി ഉണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം, ആദ്യഘട്ടങ്ങളിൽ കുർദ് വിഭാഗങ്ങളെ ഒരു എത്നോ പൊളിറ്റിക്കൽ എൻറ്റിറ്റി ആയിട്ടും അവർക്കൊരു ഒരു ലോക്കലായ ഒരു ഒട്ടോണോമി ഒരു വർഷത്തിനിടയിൽ തന്നെ നൽകാമെന്നൊക്കെ പറയുന്ന ഒരു വാദമുണ്ടായിരുന്നു. അതായത് നമ്മൾക്ക് ഇന്ത്യയിലുള്ള കാശ്മീർ ഇഷ്യൂ പോലെ തന്നെ വളരെ വിവാദപരമായ ഒരു പ്രശ്നമാണ് ഈ കുർദിഷ് നാഷണലിസം. ഈ ട്രീറ്റി ഓഫ് സെവറസ് അതിൻ്റെ ഭാഗമായി ഇങ്ങനെയുള്ള ചർച്ചയൊക്കെ രൂപപ്പെട്ടിരുന്നു. എന്നാൽ അവർക്ക് ഒരു പൂർണ്ണമായ ഇൻഡിപെൻഡൻസ് നൽകാനോ ഒരു ഇൻഡിപെൻഡൻ്റായ ഒരു കുർദ് സ്റ്റേറ്റ് അവർക്ക് പ്രദാനം ചെയ്യുവാനോ ഇവർക്ക് സാധിച്ചില്ല. അതുമാത്രമല്ല, തുർക്കികൾ അവരുടെ പ്രദേശങ്ങളിൽ തുർക്കിഷ് നാഷണലിസം ശക്തമായി നടപ്പിലാക്കാനുള്ള ശ്രമമാണ് ചെയ്തത്. ഇന്ന് കുർദുകൾ ഇറാഖ്, ഇറാൻ, സിറിയ, തുർക്കി ഭാഗങ്ങളിൽ കേന്ദ്രീകരിച്ചാണുള്ളത്. ഈ നാട് വിഭജിക്കപ്പെട്ടതോടുകൂടി കുർദുകൾ ഈ പറയുന്ന ഭാഗങ്ങളിൽ വിഘടിക്കപ്പെടുകയും അവർക്കൊരു കോമൺ ഒരു പൊളിറ്റിക്കൽ എൻറ്റിറ്റി ഇല്ലാതാവുകയും ഈ ഭാഗങ്ങളിലുള്ളവർ വ്യത്യസ്ത ഭാഷ, ഇറാനിലുള്ളവർ അധികവും അത് പേർഷ്യൻ ഭാഷയും, സിറിയയിലുള്ളവർ അധികവും അത് അറബ് കലർന്ന കുർദിഷ് ലോകവും, ഇറാഖിലുള്ളവരും അറബ് കലർന്ന കുർദിഷ് ലോകവും അതിൻ്റെതായ സാംസ്കാരിക തനിമകളും, തുർക്കിയിലുള്ളവർ തുർക്ക് അറബ് അല്ലെങ്കിൽ തുർക്ക് കണക്ഷനുള്ള കുർദ് സാംസ്കാരിക പശ്ചാത്തലവും, അങ്ങനെ വ്യത്യസ്തമായ സാംസ്കാരിക
ഒരു ഭൂമിശാസ്ത്ര ഭൗമ രാഷ്ട്രീയത്തിൻ്റെ അങ്ങനെ വിവിധ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വിഭാഗങ്ങളായി കുർദുകൾ മാറി. അതുകൊണ്ടൊരു ഏകീകൃത കുർദിഷ് നാഷണലിസ്റ്റ് ചിന്ത അവിടുന്ന് തന്നെ ഇല്ലാതാവുന്നു നമുക്ക് കാണാം. അതുപോലെ തന്നെ ട്രീറ്റി ഓഫ് ലുസാനെ 1923 സംഭവിച്ച ആ ട്രീറ്റിയും ഇവരെ ഒരു മൈനോറിറ്റികളായി മാറുകയും തുർക്കി ഭാഗങ്ങളിൽ തന്നെ ചിതറിപ്പെടുന്ന ഒരവസ്ഥയും ഇവർക്ക് സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. 1920 തന്നെ കമാൽ പാഷയ്ക്കെതിരെ പോരാടുന്ന ഷേഖ് സയ്യിദ് കുർദിനെ കുറിച്ച് നമ്മൾ മുമ്പ് സംസാരിച്ചിരുന്നു. ഷേഖ് സയ്യിദ് കുർദി എന്ന് പറയുന്ന പണ്ഡിതൻ ഇസ്ലാമിക പണ്ഡിതനായിരുന്നു. അതായത് കുർദിഷ് നാഷണലിസത്തിന് പലതരം ഇവല്യൂഷനുകളുണ്ട്. ആദ്യകാലങ്ങളിൽ കുർദിഷ് നാഷണലിസം തുർക്കിക്കെതിരെ പോരാടുമ്പോൾ, അതായത് കമാൽ പാഷയുടെ പരിഷ്കരണത്തിനെതിരെ പോരാടിയത് ഷേഖ് സയ്യിദ് കുർദി എന്ന് പറയുന്ന ഇസ്ലാമിക പണ്ഡിതന്റെ നേതൃത്വത്തിലായിരുന്നു. പിന്നീട് അത് അടിച്ചമർത്തപ്പെടുകയും അങ്ങനെ 40കളോടുകൂടി മാവോയിസ്റ്റ്, അൾട്രാ സെക്യുലറിസ്റ്റ്, ലെഫ്റ്റിസ്റ്റ് വിഭാഗങ്ങൾ തുർക്കിക്കുള്ളിൽ തന്നെ രൂപപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തുർക്കി സ്റ്റേറ്റുമായി വിവിധ ഘട്ടങ്ങളിൽ രക്തരൂക്ഷിതമായ കലാപങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നത് കാണാം. 1978 രൂപപ്പെട്ട PKK, അതായത് പാർട്ടിയെ കാർക്കറൻ കുർദിസ്ഥാനെ എന്ന് അറിയപ്പെടുന്ന, അല്ലെങ്കിൽ ദ കുർദിസ്ഥാൻ വർക്കേഴ്സ് പാർട്ടി എന്നറിയപ്പെടുന്ന ഹൈലി കേഡറായ ഒരു മിലിഷ്യ രൂപപ്പെടുന്നു. അത് 1978 മുതൽ 2025 വരെ, കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് വരെയും നിരവധി കാലഘട്ടങ്ങളിൽ രക്തരൂക്ഷിതമായ പോരാട്ടങ്ങളാണ് നടത്തിയത്. ഒരുപാട് തുർക്കി സിറ്റിസൻസിനെ ഇവർ വധിക്കുന്നു. അതിൻ്റെ ഭാഗമായി തുർക്കികൾ ഇവരെ തീവ്രവാദികളായി പ്രഖ്യാപിക്കുകയും അവരുടെ പ്രധാനപ്പെട്ട ലീഡറായിരുന്ന അബ്ദുള്ള ഒജലാനെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ശക്തമായി പോരാട്ടമാണ് ഉണ്ടായത്. 2000ങ്ങളിൽ വരെ തുർക്ക് നാഷണലിസ്റ്റുകൾ കുർദുകളെ ഈ ഒരു നാഷണലിസത്തിനും തുർക്കിയുടെ സെക്യുലർ ഐഡന്റിറ്റിക്കും കോൺസ്റ്റിറ്റ്യൂഷനും ഒരു വെല്ലുവിളി എന്ന തലത്തിലാണ് കുർദുകളെ കണ്ടത്. പിന്നീട് 2000 ശേഷം AK പാർട്ടിയുടെ അഥവാ എർദോഗാന്റെ വരവോട് കൂടിയിട്ടാണ് കുർദിഷ് ജനതയുമായി ഒരു സന്ധിക്കും ചർച്ചകൾക്കും തയ്യാറാവുകയും അതിൻ്റെ ഭാഗമായി PKK തന്നെ മുന്നോട്ട് വരികയും അവസാനം ഇപ്പോൾ എർദോഗാനുമായും PKK സന്ധിക്ക് സംഭാഷണം നടത്തുകയും അങ്ങനെ ആയുധം താഴെ വെച്ച് PKK എന്ന് വിളിക്കപ്പെടുന്ന ആ ഒരു മിലിറ്റന്റ് വിഭാഗത്തെ പിരിച്ചുവിടുകയും ചെയ്തു എന്ന് പറയുന്ന വാർത്തയാണ് നമ്മളിപ്പോൾ കാണുന്നത്. പക്ഷേ PKK അവർ ഔദ്യോഗികമായി പിരിച്ചുവിട്ടുണ്ടെങ്കിൽ പോലും തുർക്കിക്ക് വളരെ വെല്ലുവിളിയായി സിറിയയുടെ ചുറ്റുപാടുകളിൽ YPJ, PYD എന്നൊക്കെ പേരിൽ പല കുർദിഷ് മിലിറ്റന്റ് സഹോദര സഹോദരി സംഘടനകൾ അവിടെ സജീവമാണ്. ഈ വിഭാഗങ്ങൾക്ക് അമേരിക്ക അടക്കമുള്ള വിവിധ രാഷ്ട്രങ്ങളെ ശക്തമായ സാമ്പത്തിക സായുധ സഹായങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളിൽ ഇപ്പോഴും തുർക്കിയുടെ പ്രധാന വെല്ലുവിളിയായി അവർ മാറുന്നു. ആ തുർക്കിയുടെ അതിർത്തിയിൽ നിന്ന് അവരെ തുരത്തിയിട്ടാണ് ഇപ്പോൾ ഷേഖ് അവിടെ അഹമ്മദ് ഷറ അല്ലെങ്കിൽ ജൂലാനിക്ക് അധികാരമേൽപ്പിക്കുവാൻ തുർക്കിക്ക് കഴിഞ്ഞത്. അതായത് തുർക്കിഷ് നാഷണലിസത്തിന്റെ പ്രധാന വക്താക്കളായ PKKയെ അവർ തന്നെ വിട്ടിട്ടെങ്കിൽ പോലും PKKയുടെ ചുവട് പറ്റിയ വിവിധ വിഭാഗങ്ങൾ അവർ ഇപ്പോഴും സിറിയയുടെയും മറ്റു ചില ഭാഗങ്ങളിലും ശക്തമായി ഭരിക്കുന്നത് നമുക്ക് കാണാം. അതിൻ്റെ കൂടെ തന്നെ മനസ്സിലാക്കേണ്ടത് ഈ കുർദിഷ് മറ്റൊരു പാരലൽ ഗവർണൻസ് നോർത്തേൺ ഇറാഖിൻ്റെ ഭാഗത്ത് അവരവിടെ ഭരിക്കുന്നുണ്ട്. ബർസാനി ഫാമിലിയുടെ നേതൃത്വത്തിൽ ഒരു കുർദിഷ് വിഭാഗം തന്നെ നോർത്തേൺ ഇറാഖിലുണ്ട്. ഈ വിഭാഗം പെഷ്മഗറ എന്ന് വിളിക്കപ്പെടുന്ന അവരുടെ സ്വതന്ത്ര സൈനിക സംഘടനയാണ്. അതൊക്കെയും ആധുനിക തുർക്കി സ്റ്റേറ്റുമായി നല്ല ബന്ധത്തിലും കൂടാണ്. അവർ യഥാർത്ഥത്തിൽ ഈ നോർത്തേൺ ഗവർണൻസിലെ ഈ വിഭാഗം PKKയുമായും ഫൈറ്റിലുമാണ്. അങ്ങനെ അത് കാരണം തുർക്കി സ്റ്റേറ്റ് അവരുമായി ബന്ധമുള്ളത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ PKK എന്ന് വിളിക്കപ്പെടുന്ന നാഷണലിസ്റ്റ് കുർദിഷ് നാഷണലിസ്റ്റ് വിഭാഗം അവർ സ്വയം പിരിച്ചുവിട്ടിട്ടെങ്കിൽ പോലും അതിൻ്റെ ചുവട് പറ്റി പിന്നീട് രൂപപ്പെട്ട പല സംഘടനകളും അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയൊക്കെ സഹായത്തോടു കൂടി സിറിയ അടക്കമുള്ള ചുറ്റുപാടുകളിൽ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതും നമുക്ക് കാണാം. ഈ തരത്തിൽ തുർക്കിയുടെ ചുറ്റുപാടുകളിലും അല്ലെങ്കിൽ സിറിയയിലും മുഴുവൻ വെസ്റ്റ് ഏഷ്യൻ, നോർത്ത് ആഫ്രിക്കൻ ഭാഗങ്ങളിലും പല ഘട്ടങ്ങളിലായി ചരിത്രപരമായി രൂപപ്പെട്ട ഈ നാഷണലിസ്റ്റ് പ്രവണതകൾ ഇപ്പോഴും പല രീതിയിൽ സജീവമാണ്. ഈ നാഷണലിസം
പലപ്പോഴും ആ ജനതയുടെ സ്വപ്നത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണെങ്കിൽ പോലും പല സാമൂഹിക രാഷ്ട്രീയ ഭൗമരാഷ്ട്ര യാഥാർത്ഥ്യങ്ങളും കൂടി അറിഞ്ഞിരിക്കേണ്ടതും അതനുസരിച്ചിട്ട് ചിന്തിക്കേണ്ടതും അനിവാര്യമാണ്. അല്ലെങ്കിൽ പലപ്പോഴും നാഷണലിസ്റ്റ് ചിന്തകൾ രക്തരൂക്ഷിതമായ കലാപങ്ങളിലേക്കും ഒരു ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ കൂട്ടക്കൊലകളിലേക്കും നയിക്കുന്നതാണ്. അതാണ് നമ്മൾ ചരിത്രത്തിൽ കണ്ടത്. അതുകൊണ്ട് തന്നെ നാഷണലിസ്റ്റ് ചിന്തകൾ കൂടുതൽ സൂക്ഷ്മമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞതിന് ചുരുക്കം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.